ഹായ് ഹോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ ഈ ഒരു തംബ്നെയിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്താളെന്നല്ലേ. പക്ഷെ ഞാൻ ഈ ഒരു കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഈ ഒരു റെസിപ്പിയെ പറ്റിയിട്ടൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ഞാനിന്ന് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കും കിട്ടിയട്ടോ യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു വരുമാനം. കാരണം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ അല്പം താമസിച്ചു പോയി. കാരണം എനിക്ക് നവംബർ പകുതി, അതായത് നവംബർ 10 എനിക്ക് ആദ്യം ഈ ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഞാനൊരു ഹൗസ് വൈഫാണ്. പിന്നെ ആദ്യം വിചാരിച്ച് എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തണമെന്ന്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബുമായിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ടുള്ളത്, ആർക്കൊക്കെയാണ് ഇങ്ങനെ കിട്ടുന്നത് എന്നുള്ള ആദ്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു സമയത്തൊക്കെ എനിക്ക് വ്യൂസൊക്കെ ഒരുപാട് കുറവ് തന്നെയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ നല്ല രീതിയിൽ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു പൂർണ്ണ പിന്തുണ കൊണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൈസയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ആദ്യം തന്നെ എനിക്ക് തന്നെ എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. അത് കോപ്പിറൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് യൂട്യൂബിൽ നിന്നും അതിനുശേഷമാണ് എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കിയവരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി. പിന്നെ വിചാരിച്ചു വിഷമിക്കാണ്ട് തന്നെ ഈ ഒരു യൂട്യൂബ് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെന്നുള്ള ആ ഒരു വാശിയിൽ തന്നെയാണ് ഞാൻ നിർത്താതെ തന്നെ ഈ ഒരു യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു എമൗണ്ട് കിട്ടിയതിന് ശേഷം. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എനിക്കും യൂട്യൂബിൽ നിന്നുള്ള ആദ്യത്തെ എമൗണ്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരല്പം താമസിച്ചു പോയി. എനിക്ക് നവംബർ പകുതി 16 എനിക്ക് ആദ്യത്തെ ഒരു എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താമസിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭക്ഷണമാക്കിയിട്ട് എന്താ പറയുക ഒരു സ്ഥാപനത്തിൽ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാനിതാ കുത്തുപറമ്പിലുള്ള ഷംസുൽ ഉലമ എന്നുള്ള സ്ഥാപനത്തിലാണ്. അവിടെ കുറച്ച് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് താമസിച്ചത്. എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് ലൈക്ക് ചെയ്ത, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത, എനിക്ക് എൻ്റെ ഓരോരോ വീഡിയോസിലും കമൻ്റ് ഇട്ട നിങ്ങളും അറിയണ്ടേ എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് എമൗണ്ടൊക്കെ കിട്ടിയാൽ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താമസിച്ചതിൽ സോറി പറയുന്നു. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത, എനിക്ക് ഓരോരോ കമൻസും വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വോയിസ് എടുക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാ, ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വോയിസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിംഗ് ഒക്കെ ഒരുപാട് പഠിച്ച്, അതും ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഇപ്പം പഠിച്ചിട്ടുള്ളത്. ആദ്യമൊക്കെ എൻ്റെ മക്കൾ തന്നെയാണ് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം മക്കൾക്ക് ഒന്നും ടൈമില്ല, പഠിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്കും ടൈമില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ നോക്കി എല്ലാം പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല നിലയിൽ തന്നെ വോയിസൊക്കെ എടുക്കുന്നുണ്ട്. ആദ്യം വോയിസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു മനസ്സിനൊരു പേടി തന്നെ ഉണ്ടാവാനല്ലേ. അപ്പോൾ എൻ്റെ പോലെ തന്നെയാണ് നിങ്ങളൊന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ വീഡിയോസും നന്നായി വൈറലാവട്ടെ. എനിക്ക് കിട്ടിയ പോലെ തന്നെ യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു എമൗണ്ട് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കും കിട്ടുള്ളൂ ഈ ഒരു പൈസ, ഇങ്ങനെ കിട്ടുള്ളൂ എന്നുള്ള വിചാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇത് നിർത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഞാൻ മാസത്തിൽ 1-2 വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അടുത്തായിട്ട് തന്നെയാണ് ദിവസവും ഞാൻ ഏതെങ്കിലും രീതിയിൽ എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നത്. മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത്. ആദ്യം തന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് സത്യമായിട്ടും. കാരണം നിങ്ങളെ വോയിസ് അങ്ങനാണ്,
പിന്നെ നിങ്ങളെന്നാ പറയുന്നത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയിട്ട് എടുക്കാറില്ല. കാരണം ആദ്യം ഞങ്ങൾക്ക് അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. ഞങ്ങളൊരു സ്റ്റേജുമ്മേൽ കയറി എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരു സ്റ്റേജുമ്മേൽ കയറി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ഒരു അടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ ഇത് തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടാവാൻ. കാരണം വെച്ചാൽ ഒരു വോയിസ് ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തായിരിക്കും ഈ അവസ്ഥ, എന്തായിരിക്കും വ്യൂസ് കിട്ടുക, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കളിയാക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. എന്നിട്ടും ഞാൻ വിചാരിച്ച് എന്തായാലും ഈ യൂട്യൂബിലുള്ള വീഡിയോ ഒരിക്കലും ഞാൻ നിർത്തില്ല, ഇതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും എനിക്ക് മനസ്സിലൊരു ഉറച്ച തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു യൂട്യൂബിൽ നിന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിട്ടൊരു വരുമാനം കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് വരെ ഞാൻ നിർത്താതെ തന്നെ വീഡിയോ ഇടും. അങ്ങനെയാണ് ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ വ്യൂസും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത് അയച്ച ആ ഒരു സ്ഥാപനത്തിൽ നിന്നൊരു പ്രത്യേകം ദുആക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കുരുന്നുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കൂത്തുപറമ്പ് ഷംസുൽ ഉലമ അക്കാദമി കൂത്തുപറമ്പ് നിലമ്പൂർ റോഡിൽ ഇറങ്ങിയാൽ 500 മീറ്ററിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. 2005 നിർമ്മിച്ച കോളേജ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് നൽകി വരുന്നത്. ഷംസുൽ ഉലമ അക്കാദമി എന്ന ഈ ഒരു സ്ഥാപനത്തിൽ 19 വർഷത്തോളമായിട്ടുള്ള സേവന പരമ്പരയിൽ 100 പണ്ഡിതന്മാരെ നാടിന് സമർപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇഫ്ല് പഠനം നടന്നു വരുന്നുണ്ട്. ഇഫ്ല് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനം, വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി പാർപ്പിടം, വിദ്യാഭ്യാസ സൗകര്യം, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഷംസുൽ ഉലമ അക്കാദമി എന്ന ഈ ഒരു സ്ഥാപനം. ഈ ഒരു സ്ഥാപനത്തിനാണ് ഞാനിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള ദുആക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങളുടെ കുരുന്നുകളെ ആഫിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.